കൃഷ്ണ എന്നുള്ള പടം MT വാസുദേവൻ സാറ് സ്ക്രിപ്റ്റ് എഴുതി. അതിൽ എല്ലാ പാട്ടുകളും മനോഹരമാണ്. അപ്പം പുള്ളിക്ക് വാസ് സാറ് പറഞ്ഞു നമുക്ക് ഇതിൽ കുറേ പാട്ടുകൾ മ്യൂസിക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ളതല്ലേ ONV നന്നായിട്ടുണ്ട്, പക്ഷേ എൻ്റെ ഒരു ഇതിൽ ബിച്ച് തിരുമല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ. അതിന് പുള്ളി അങ്ങനെയൊന്നും അത്ര അദ്ദേഹം ഒന്നും ഇങ്ങനെ വേണ്ടാത്തൊന്നും ഇടപെടില്ല. പക്ഷേ തെറ്റാന്ന് തോന്നിയാൽ മാത്രമേ ഇടപെടുള്ളൂ. തെറ്റാന്ന് പറഞ്ഞാൽ ശരിക്കും ഇടപെടും. അല്ലാതെ പുള്ളി ട്യൂണൊക്കെ കേട്ടിട്ട് ഈ ട്യൂൺ ആദ്യം കേൾപ്പിച്ചു. നല്ല ട്യൂണാണ്. ആ ട്യൂൺ എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് ഞാൻ ഒരിക്കൽ കൂടി എന്നുള്ള പടത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറായിരുന്നു. മൈനാഗ് എന്ന് പറഞ്ഞ പാട്ടായി വന്നത്. അപ്പം ഞാൻ പ്രധാന പറയാൻ കാരണം ട്യൂണിന് ഒപ്പിച്ച് എഴുതാൻ ബിച്ചു വളരെ മിടുക്കനാണ്. വളരെ മനോഹരമായിട്ട് സിറ്റുവേഷനും മാച്ചാവണം, ട്യൂണും ഇതായിട്ട് അങ്ങനെയുള്ളതാണ്. അതിനോട് നിർമ്മിച്ച് എഴുതിച്ചാണ്. അതാണ് മൈനാഗം. ഒരുപാട് തീംസ് പാട്ടുകളായി. അതിൽ അത്യാവശ്യം ഒരു പാട്ട് പറയണം. അത് ഉറുക്കിൽ കൂടിയിൽ മധുസാറും ലക്ഷ്മിയും മീറ്റ് ചെയ്യുമ്പോൾ ഒരു തീം ഉണ്ടായത്. ആ തീം പുള്ളി പറഞ്ഞിട്ട് പിന്നെ ഒരു പിക്ചറിൽ സോങ് ആക്കി. അത് തന്നെ കൃഷ്ണയിലെ മൈനാകം. ഇതിൽ മൈനാകം എന്ന് പറഞ്ഞ പാട്ട് എത്രയോ മത്സരവേദികൾക്ക് വേണ്ടിയിട്ട് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു പാട്ടെന്നുള്ള നിലയ്ക്കൊക്കെയാണ് ആദ്യമൊക്കെ അതിനെ കണ്ടിരുന്നത്. അതിൻ്റെ മ്യൂസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറേ കൂടിയൊക്കെ ഇപ്പോഴാവും നമ്മൾ പിന്നെയും ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു. മനോഹരമായിട്ടുള്ളൊരു ഓപ്പണിംഗ് ആണ് ആ പാട്ടിന്. നമ്മൾ ശ്യാം സാറിൻ്റെ പാട്ടിനൊക്കെ അങ്ങനെ തന്നെ ഭയങ്കര തെളിച്ചമാണ് പാടുന്ന സമയം. ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നും നമുക്ക്. പാട്ട് വൺസ് നമ്മളത് പഠിച്ചു കഴിഞ്ഞ് പിന്നീട് എപ്പം മൂളുമ്പോഴും നമുക്കൊരു സ്വന്തം എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു ഈണാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശശിയേട്ടനുമായിട്ടുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത് തുടങ്ങുന്നത് കൃഷ്ണ എന്ന സിനിമയിലെ ഗാനം ട്രാക്ക് പാടാൻ വേണ്ടി ഞാൻ പോകുന്നു. അതായത് ശ്യാം സാറാണ് എന്നെ റെക്കോർഡിങ്ങിന് വിളിക്കുന്നത്. അപ്പോൾ ശ്യാം സാറിൻ്റെ അനവധി ഗാനങ്ങൾ ഞാൻ ട്രാക്ക് പാടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ശശിയേട്ടൻ്റെ ഒരു സിനിമ ജെമിനി സ്റ്റുഡിയോയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജെമിനി സ്റ്റുഡിയോയിൽ തന്നെയാണ് അന്ന് വരുന്നത്. അന്ന് ഞാൻ വളരെ അമേച്ചറിഷാണ്, അന്ന് ഫീൽഡിൽ വന്ന ആ സമയമാണ്. അങ്ങനെ അത് പാടാൻ പോകുന്നു. പാടാൻ പോയി പാട്ട് പഠിക്കുന്നു. പാട്ട് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് തന്നെ ആ പാട്ടിൽ നല്ലൊരു വൈബ്രേഷൻ തോന്നി എനിക്ക്. അതിൽ നല്ലൊരു വയലിൻ സോളവും ഒക്കെ ഉണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അപ്പോൾ ശശിയേട്ടൻ എല്ലാ റെക്കോർഡിങ്ങിനും എല്ലാ പാട്ടിനും ശശിയേട്ടൻ്റെ ഒരു പേഴ്സണൽ സൂപ്പർവിഷൻ ഉണ്ടാവും. ഈ പാട്ടിനും അതുണ്ടായിരുന്നു. അത് കാരണം ഇപ്പോൾ എക്സ്പ്രഷനൊക്കെ പുള്ളി തന്നെ പറഞ്ഞു തരും. കാരണം മ്യൂസിക് സെൻസ് ഭയങ്കരമായിട്ടുള്ള വളരെയധികം ഓരോ പാട്ടും കൺസീവ് ചെയ്തിട്ട് അതിനെ റെക്കോർഡ് ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു ഡയറക്ടറായിരുന്നു ശശിയേട്ടൻ. അപ്പോൾ ശശിയേട്ടൻ്റെ ആ ഒരു എന്താ പറയുക ഇൻസ്പയറിംഗ് വേർഡ്സ് തന്നെ നമുക്ക് പാടാൻ നല്ല ഇൻസ്പിറേഷനാണ്. ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ സ്വരമാം ചിറകിൽ അലസം നിങ്ങളെൻ മനസ്സിൻ്റെ ഉപവനത്തിൽ പറന്നുവാ ശ്രുതിയിൽ നിന്നുയരും
നാദശലഭങ്ങളെ. വളരെ സോഫ്റ്റായിട്ടുള്ള, എന്നാൽ കേൾക്കുന്നവന് മനസ്സിൽ വല്ലാത്തൊരു സുഖം പകരുന്ന ഒരു പാട്ടാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ശ്യാം സാറിൻ്റേതാണ് സംഗീതം. ഇതിൽ മൈനാകം കുറേ പാട്ടുകൾ, കാര്യം ആ ഒരു സമയത്ത് കുറേ നല്ല പാട്ടുകൾ, ഇങ്ങനെയുള്ള സോഫ്റ്റ് മെലഡീസ് കുറേ ഉണ്ടായിരുന്നു. ബിച്ചു തിരുമല അദ്ദേഹത്തിൻ്റെതാണ് രചന. അതിമനോഹരമായിട്ട് എത്രയോ ഈ ഒരു ശ്യാം ബിച്ചു തിരുമല കൂട്ടുകെട്ടിൽ തന്നെ ഒട്ടനവധി നല്ല പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ കാലത്തിൽ. ലയമാ തിരുമധുരവുമായി ലയമാ മധുവുമായി നിറയെ പൂക്കും നിരാ ആസ്വാദന പൂച്ചെണ്ടുകൾ. അവയുടെ അനുപമ നൈവേദ്യം നുകരൂ ശ്രുതിയിൽ നിന്നുയരും നാദശലഭങ്ങളെ.